നമസ്കാരം. ട്രംപിന്റെ തോന്നിവാസങ്ങൾക്ക് കനത്ത തിരിച്ചടി. അത് വെറുതെ അണിയറയിലിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ട്രംപ് രണ്ടും കൽപ്പിച്ച് തോളിലിരുന്ന് ചെവി തിന്നാൻ നിൽക്കുമ്പോൾ ഇനി മൗനം പാലിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് മോദിക്ക് വ്യക്തമായി. ഇന്ത്യ ട്രംപിനെ ഒരു തരി പോലും ഭയക്കുന്നില്ല എന്ന് താരിഫ് കൂട്ടൽ നടപടികളും ഭീഷണികളും ഒക്കെ മുഴക്കിയിട്ടും അണുവിട കുലുങ്ങാതെയുള്ള മോദിയുടെ നിൽപ്പില്ലെന്ന് തന്നെ ട്രംപിന് ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അകറ്റി നിർത്തിയാൽ പണി കിട്ടുമെന്ന തോന്നലിൽ നിന്ന് അടുത്തു കൂടി പിന്നിൽ നിന്ന് കുത്താമെന്ന തീരുമാനത്തിലേക്ക് ട്രംപ് എത്തിയത്. അത് ഇനിയും മൗനം പാലിച്ച് അനുവദിച്ചു കൊടുത്താൽ അത് ഇന്ത്യയുടെ നട്ടലിനെ ചോദ്യം ചെയ്യുന്നത് പോലെ ആയിപ്പോകുമെന്ന് മനസ്സിലായിട്ടാണ് മോദി ഇന്ന് മുഴുവൻ ഇന്ത്യക്കാരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. H1 വിസ പ്രശ്നമടക്കം വലിയ വിഷയങ്ങൾ നടക്കുന്നതിനിടയിൽ ട്രംപിന് കണക്കു പറഞ്ഞ് കൃത്യമായ മറുപടി കൊടുക്കേണ്ടത് ഫോൺ വിളിച്ചോ ഇന്ത്യയുടെയോ അമേരിക്കയുടെയോ ശീതീകരിച്ച മുറിയിൽ ഇരുന്നിട്ടോ അല്ല, മറിച്ച് തന്നെ വിശ്വസിച്ച് വോട്ടു നൽകി ഇന്ത്യയുടെ ഭരണത്തിന്റെ താക്കോൽ കൂട്ടം ഏൽപ്പിച്ചു തന്ന കോടിക്കണക്കിന് സാധാരണക്കാരായ ജനങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെയാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് മോദിയുടെ കാലങ്ങൾക്കു ശേഷമുള്ള വൈകുന്നേരത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പരിപാടി നടക്കാൻ പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് 5 മണിക്കാണ് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. നിർണായക വിഷയങ്ങൾ നിരവധിയുള്ളതിനാൽ അഭിസംബോധന സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ അഭ്യൂഹങ്ങൾ പലതും ഉയർന്നു കഴിഞ്ഞു. നാളെ GST പരിഷ്കരണങ്ങൾ നടപ്പിലാക്കാനിരിക്കെയാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെ തുടർന്ന് US ഇന്ത്യക്കുമേൽ 50% തീരുവ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് H1B തൊഴിൽ വിസ ഫീസ് US സർക്കാർ $1,00,000 ആക്കി ഉയർത്തിയത്. US നടപടി ഇൻഫോസിസ്, TDS, വിപ്രോ, HCL ടെക് തുടങ്ങിയ കമ്പനികൾക്കും ഇന്ത്യൻ ജീവനക്കാരെ ആശ്രയിക്കുന്ന ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ പോലുള്ള US കമ്പനികൾക്കും കടുത്ത വെല്ലുവിളിയായിരിക്കുകയാണ്. ഈ വിഷയങ്ങൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പരാമർശിക്കുമോ എന്ന് വ്യക്തമല്ല. 2014 അധികാരം ഏറ്റെടുത്ത ശേഷം പ്രധാന വിഷയങ്ങളെ കുറിച്ച് പ്രതികരിക്കാനാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. 2016 നവംബർ 8 രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോഴാണ് 500, 1000 രൂപയുടെ നോട്ടുകൾ നിരോധിച്ചത്. 2019 അതായത് മാർച്ച് 12 പുൽവാമ തീവ്രവാദ ആക്രമണത്തെ കുറിച്ചുള്ള നടപടികൾ വിശദീകരിക്കാനാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. അതിനുശേഷം 2020 മാർച്ച് 24 ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കാൻ, 2025 മെയ് 12 ഓപ്പറേഷൻ സിന്ധൂറിന്റെ കാര്യങ്ങൾ വിശദീകരിക്കാനാണ് അവസാനമായി പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതിപക്ഷം ഉൾപ്പെടെ കൂടുതൽ ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരിക കൂടി ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ട്രംപിന്റെ കരണം പുകച്ചുള്ള മറുപടിയും പാകിസ്ഥാന്റെ വെല്ലുവിളിക്കും സൗദിയുമായി ചേർന്ന് ഇന്ത്യയെ മുച്ചൂട് മുടിച്ചു കളയുമെന്നുള്ള ഭീഷണിയും ഒക്കെ മുൻനിർത്തി ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പും വെല്ലുവിളിയും കൂടി തന്നെയായിരിക്കും ഈ അഭിസംബോധന കൊണ്ട് മോദി ഉദ്ദേശിക്കുന്നതെന്നുള്ള ബോധ്യത്തിൽ കാത്തിരിപ്പിലാണ് മുഴുവൻ ഇന്ത്യൻ ജനതയും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച